ഹലോ ഫ്രണ്ട്സ്, നാറ്റ്സ് ഇലക്ട്രിക്കൽ അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ ഡയറക്റ്റ് ഓൺലൈൻ സ്റ്റാർട്ടറിനെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഡയറക്റ്റ് ഓൺലൈൻ സ്റ്റാർട്ടർ ഓർ ഇറ്റ് ഈസ് അതർവൈസ് കോൾഡ് DOL സ്റ്റാർട്ടർ. ആദ്യം നമുക്ക് എന്താണിതെന്ന് നോക്കാം. സോ സ്റ്റാർട്ടേഴ്സ് എന്താണെന്ന് നമുക്കറിയാം. ഇലക്ട്രിക് മോട്ടോറിനെ സ്റ്റാർട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഡിവൈസാണ് സ്റ്റാർട്ടേഴ്സ് അല്ലേ. അപ്പോൾ ഈ സ്റ്റാർട്ടേഴ്സിൽ എന്താണ് ഈ ഒരു ഡയറക്റ്റ് ഓൺലൈൻ ടൈപ്പ് ഓഫ് സ്റ്റാർട്ടേഴ്സ്? ഇതിൽ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഡയറക്റ്റ് ഓൺലൈൻ, അതായത് ഡയറക്റ്റ്ലി ഇത് ഫുൾ മെയിൻ സപ്ലൈയിലോട്ട് കണക്റ്റഡ് ആയിരിക്കും. ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കുക. അങ്ങനെ ഫുൾ മെയിൻ സപ്ലൈയിലോട്ട് ഡയറക്റ്റ്ലി കണക്ട് ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ ഫുൾ ലൈൻ വോൾട്ടേജ് ഇവിടെ അപ്ലൈഡ് ആവും. അപ്പോൾ മോട്ടറിലേക്ക് ഒരു ഹൈ ഇൻറഷ് ഓഫ് കറണ്ട് വരും. ഹൈ ഇൻറഷ് എന്ന് പറയുമ്പോൾ ഹൈ കറണ്ടാണ്, കറണ്ടിൻ്റെ ഒരു തള്ളിക്കയറ്റം ഉണ്ടാവും. ഈ ടേമും ഇമ്പോർട്ടൻ്റ് ആണ്, ഹൈ ഇൻറഷ് ഓഫ് കറണ്ട്. ഓക്കെ, അങ്ങനെ ഹൈ കറണ്ടിൽ വന്നിട്ടാണ് ഇത് സ്റ്റാർട്ട് ആകുന്നത്. അങ്ങനെ ഇത് റൊട്ടേറ്റ് ചെയ്ത് ഫുൾ സ്പീഡിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ റിമെമ്പർ 2 points: directly connected to full main power supply and there will be a high inrush of current. ഇത് രണ്ടുമാണ് ഈ ഡയറക്റ്റ് ഓൺലൈൻ സ്റ്റാർട്ടറിൻ്റെ പ്രത്യേകതകൾ. ഇനി ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് നോക്കാം. ഈ DOL സ്റ്റാർട്ടർ എന്ന് പറയുന്നത് മോട്ടോർ സ്റ്റാർട്ടിങ്ങിലെ ഏറ്റവും ബേസിക് ആയിട്ടുള്ളൊരു ഫോമാണ്. കോമൺ ആയിട്ട് ഇത് യൂസ് ചെയ്യുന്നത് സ്മോൾ ടു മീഡിയം സൈസ്ഡ് 3-phase മോട്ടറിലാണ്. സ്മോൾ ടു മീഡിയം സൈസ് എന്ന് പറയുമ്പോഴത്തേക്ക് അപ് ടു 5 horsepower വരെയുള്ള സ്മോൾ ടു മീഡിയം സൈസ്ഡ് 3-phase മോട്ടോഴ്സ്, അതിലാണ് ഇത് കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മളിതിൻ്റെ കൺസ്ട്രക്ഷനാണ് നോക്കുന്നത്. കൺസ്ട്രക്ഷനിൽ ആദ്യം പറയുന്നതാണ് സ്റ്റാർട്ട് ബട്ടൺ. സ്റ്റാർട്ട് ബട്ടൺ അതിനെ നോർമലി ഓപ്പൺ ടൈപ്പ് ഓഫ് ബട്ടൺ എന്ന് പറയും. ദാറ്റ് ഈസ് NO ടൈപ്പ്, നോർമലി ഓപ്പൺ, അതാണ് NO ടൈപ്പ് എന്ന് പറയും. ഇത് ഗ്രീൻ കളറിലാണ് കൊടുത്തിട്ടുണ്ടാവുക. ഈ ചിത്രത്തിൽ നോക്കിയാൽ നമുക്ക് സർക്യൂട്ടിൽ കാണാം NO ടൈപ്പ്, കണ്ടോ? സർക്യൂട്ട് ഓപ്പൺ ആയിട്ടാണ് ഇരിക്കുന്നത്, അതാണ് നോർമലി ഓപ്പൺ എന്ന് പറയുന്നത്. ഈ ഗ്രീൻ ആരോയിൽ കാണിച്ചിട്ടുണ്ട് ഗ്രീൻ ബട്ടൺ ഇവിടെ ചിത്രത്തിൽ. ഇതാണ് സ്റ്റാർട്ട് ബട്ടൺ. ഇതൊരു സ്റ്റാൻഡേർഡ് സെറ്റപ്പാണ് ഈ ഒരു സർക്യൂട്ട് ഓപ്പൺ ആയിരിക്കുന്ന ഒരു രീതിയിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇലക്ട്രിസിറ്റി ഇതിൻ്റെ റെസ്റ്റിംഗ് സ്റ്റേറ്റിൽ കണ്ടക്ട് ചെയ്യത്തില്ല. ഈ സ്റ്റാർട്ട് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ട് മോട്ടർ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ സ്റ്റാർട്ട് ബട്ടൺ ഉണ്ട്, ഇപ്പോൾ ഒരു സ്റ്റോപ്പ് ബട്ടണും കാണും. സോ സെക്കൻഡ് പാർട്ട്, സ്റ്റോപ്പ് ബട്ടൺ. സ്റ്റോപ്പ് ബട്ടൺ ഈസ് അതർവൈസ് കോൾഡ് നോർമലി ക്ലോസ്ഡ് ടൈപ്പ് ഓഫ് ബട്ടൺ, ദാറ്റ് ഈസ് NC, നോർമലി ക്ലോസ്ഡ് NC ടൈപ്പ് ഓഫ് ബട്ടൺ. അപ്പോൾ ഈ ചിത്രത്തിൽ ഇവിടെ കണ്ടോ, സർക്യൂട്ട് ക്ലോസ് ചെയ്തിട്ടുള്ള ഒരു ഇത് കാണിക്കുന്നുണ്ട്, നോർമലി ക്ലോസ്ഡ്. ഓക്കെ, അതാണ് NC. ഇത് ഈ യെല്ലോ ആരോ ശ്രദ്ധിച്ചറിയാം, റെഡ് കളർ ഒരു ബട്ടണാണിത്. ഓക്കെ, സോ സ്റ്റോപ്പ് ബട്ടൺ ഈസ് റെഡ് കളർ. ഇത് മോട്ടോർ സ്റ്റോപ്പ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നതാണ്. നെക്സ്റ്റ് ഈസ് ഇൻഡിക്കേറ്റർ ലാമ്പ്. ഇൻഡിക്കേറ്റർ ലാമ്പ് ഓപ്ഷണൽ ആണ്. ഇതൊരു പൈലറ്റ് ലൈറ്റ്സ് ആണ്, മോട്ടറിൻ്റെ സ്റ്റാറ്റസ് അറിയാൻ വേണ്ടിയിട്ട്, അതായത് മോട്ടർ ഓൺ ആണോ ഓഫ് ആണോ എന്നൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പൈലറ്റ് ലൈറ്റ്സ് ആണ് ഇൻഡിക്കേറ്റർ ലാമ്പ്സ്. അത് ഓപ്ഷണൽ ആണ്, ഉണ്ടാവാം ഉണ്ടാവാതിരിക്കാം. ഓക്കെ, മൂവിങ് ഓൺ. കൺസ്ട്രക്ഷനിലെ നെക്സ്റ്റ് പറയുന്നതാണ് സർക്യൂട്ട് ബ്രേക്കർ. സോ സർക്യൂട്ട് ബ്രേക്കർ ഈസ് നത്തിങ് ബട്ട് ഫ്യൂസ് ഓൺലി. അപ്പം ഇതെന്താണ് ചെയ്യുന്നത്? ഷോർട്ട് സർക്യൂട്ട് വരുമ്പോഴോ അല്ലെങ്കിൽ ഓവർലോഡൊക്കെ വരുമ്പോഴത്തേക്കോ പവറിനെ കട്ട് ചെയ്തിട്ട് ഈ സർക്യൂട്ടിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് സർക്യൂട്ട് ബ്രേക്കർ. പലതരം സർക്യൂട്ട് ബ്രേക്കേഴ്സ് ഉണ്ട്. ഇവിടെ യൂഷ്വലി യൂസ് ചെയ്യുന്നത് MCB ടൈപ്പ് ഓർ MCCB ടൈപ്പാണ്. MCB ടൈപ്പ് എന്ന് പറയുമ്പോൾ മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ, MCCB ടൈപ്പ് എന്ന് പറയുമ്പോൾ മോൾഡഡ് കേസ് സർക്യൂട്ട് ബ്രേക്കർ. ഓക്കെ, ഇവിടെ സർക്യൂട്ട് ഡയഗ്രാം കാണിച്ചിട്ടുണ്ട് DOL സ്റ്റാർട്ടറിൻ്റെ. ഇവിടെയാണ് ഫ്യൂസ് ഓർ സർക്യൂട്ട് ബ്രേക്കർ ഉള്ളത്, കണ്ടോ? ഫ്യൂസ് കണക്ട് ചെയ്തിട്ടുണ്ട്. കൺസ്ട്രക്ഷനിലെ നെക്സ്റ്റ് പറയുന്ന പാർട്ടാണ് മെയിൻ കോണ്ടാക്ടർ. ഇത് പവർ സപ്ലൈ ലൈനിലോട്ട് മോട്ടറിനെ കണക്ട് ചെയ്യാനും ഡിസ്കണക്ട് ചെയ്യാനും യൂസ് ചെയ്യുന്ന ഒരു സ്വിച്ചാണ്. ഓക്കെ, ഇതിൻ്റെ പൊസിഷനിങ് ഇമ്പോർട്ടൻ്റ് ആണ്. സർക്യൂട്ട് ഡയഗ്രാം നോക്കിയാൽ അറിയാം. ഇത് സർക്യൂട്ട് ബ്രേക്കറിന് ശേഷം പവർ സോഴ്സിനും അതുപോലെ ഓവർലോഡ് റിലേക്കും ഇടയിലായിട്ട് സീരീസ് ആയിട്ടാണ് വയർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അണ്ടർ വോൾട്ടേജ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഈ താഴെ കാണിച്ചിരിക്കുന്നതാണ് ഒരു കോണ്ടാക്ടർ. ഇനി നെക്സ്റ്റ് കോണ്ടാക്ടറിൻ്റെ പാർട്സ് നോക്കാം. ഫസ്റ്റ് സപ്ലൈ കണക്ട് ചെയ്യുന്ന ഒരു ഇൻകമിംഗ് ടെർമിനലിനെ പറ്റിയിട്ടാണ് പറയുന്നത്.
ഇവിടെയാണ് ഇൻകമിംഗ് ടെർമിനൽ വരുന്നത്, അതായത് കോണ്ടാക്ടറിൻ്റെ മുകൾ ഭാഗത്തായിട്ട്. ഇതിനെ ലേബൽ ചെയ്യുന്നത് L1, L2, L3 എന്നാണ്, ഓർ 1, 3, 5 എന്നാണ് ലേബൽ ചെയ്യുക. ഈ ആരോസ് ശ്രദ്ധിക്കുക, L1, L2, L3 ഓർ 1, 3, 5 ഇങ്ങനെയായിരിക്കും. അപ്പോൾ ഇതിലേക്ക് സപ്ലൈ അല്ലേ കണക്ട് ചെയ്യുന്നത്, അതുകൊണ്ട് ഇതിനെ പറയുന്നത് ലൈൻ ടെർമിനൽസ് എന്നാണ്. ബിക്കോസ് മെയിൻ പവർ ലൈൻ ഈസ് കണക്റ്റഡ് ടു ദിസ് ഇൻകമിംഗ് ടെർമിനൽ. ഓക്കെ, അപ്പോൾ ഈ കോണ്ടാക്ടറിൻ്റെ താഴെ ഉള്ളത് ഔട്ട് ഗോയിങ് ടെർമിനൽസ് ആണ്. ഇതിനെ ലേബൽ ചെയ്യുന്നത് T1, T2, T3 എന്നാണ്, ഓർ 2, 4, 6 എന്നും ലേബൽ ചെയ്യും. ഇതിലാണ് ഓവർലോഡ് റിലേ കണക്റ്റ് ആയിരിക്കുന്നത്. ഇവിടെ ചെറുതായിട്ടൊരു സർക്യൂട്ട് ഡയഗ്രാം കാണിച്ചിട്ടുണ്ട്, സോ ഒന്ന് ശ്രദ്ധിച്ചറിയാം. നോക്കൂ, കോണ്ടാക്ടർ അതിൻ്റെ താഴെ ഉള്ള ഔട്ട് ഗോയിങ് ടെർമിനലിലോട്ടാണ് നമ്മൾ ഓവർലോഡ് പ്രൊട്ടക്ഷൻ ഓർ ഓവർലോഡ് റിലേ കണക്ട് ചെയ്യുന്നത്. ആൻഡ് മുകൾ ഭാഗത്തേക്കാണ്, ഇൻകമിംഗ് ടെർമിനലിലാണ് സപ്ലൈ കണക്റ്റ് ആയിരിക്കുന്നത്. ഓക്കെ, ദിസ് ഇസ് കോണ്ടാക്ടർ, മെയിൻ കോണ്ടാക്ടർ. നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്ന പാർട്ടാണ് ഓപ്പറേറ്റിംഗ് കോയിൽ. ഓപ്പറേറ്റിംഗ് കോയിലിനെ മാഗ്നറ്റൈസിങ് കോയിൽ എന്നും പറയും. സോ ഈ ഒരു കോയിലിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ കോയിലിൻ്റെ ഒരു സൈഡ് പവർ സപ്ലൈയിലോട്ട് കണക്റ്റഡ് ആയിരിക്കും, ആൻഡ് മറ്റേ സൈഡ് സീരീസ് ആയിട്ട് സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് ബട്ടണിലോട്ട് വയർഡ് ആയിരിക്കും. സോ സ്റ്റാർട്ട് ബട്ടൺ റിലീസ് ചെയ്ത് കഴിഞ്ഞാലും സർക്യൂട്ട് മെയിൻറ്റെയിൻ ചെയ്യാനാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇൻ ദിസ് പിക്ചർ സി ഹിയർ യു ക്യാൻ സീ ദ മാഗ്നറ്റൈസിങ് കോയിൽ എന്നാണ് ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇറ്റ് ഇസ് എ ഓപ്പറേറ്റിംഗ് കോയിൽ ഓൺലി. സോ മാഗ്നറ്റൈസിങ് കോയിൽ ഈസ് കണക്റ്റഡ് ഇൻ സീരീസ് വിത്ത് ദ NONC ബട്ടൺ ആൻഡ് ദ അതർ സൈഡ് ടു ദ പവർ സോഴ്സ്. ഓക്കെ, താഴെയുള്ളത് ഒരു ഓപ്പറേറ്റിംഗ് കോയിലിൻ്റെ പിക്ചറാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്ന പാർട്ടാണ് ഓക്സിലറി കോണ്ടാക്ട് ഓർ ഹോൾഡ് ഓൺ കോണ്ടാക്ട്. നേരത്തെ നമ്മൾ പറഞ്ഞത് മെയിൻ കോണ്ടാക്റ്റ് ആയിരുന്നു, ഇത് ഓക്സിലറി കോണ്ടാക്ട് ഓർ ഹോൾഡ് ഓൺ കോണ്ടാക്ട്. ഇവിടെ ഈ ഒരു ലാസ്റ്റ് കാണുന്ന ഈ ഒരു സ്വിച്ചാണ്, ഇതാണ് ഓക്സിലറി കോണ്ടാക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഹോൾഡ് ഓൺ കോണ്ടാക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുക. ഇത് സ്റ്റാർട്ട് ബട്ടണുമായിട്ട് പാരലായിട്ടാണ് കണക്റ്റ് ചെയ്തിട്ടുണ്ടാവുക. സ്റ്റാർട്ട് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ കോയിൽ എനർജൈസ് ആയിട്ട് ഓക്സിലറി കോണ്ടാക്റ്റ് ക്ലോസ് ചെയ്യും. സ്റ്റാർട്ട് ബട്ടൺ റിലീസ് ചെയ്താലും ഒരു ഓൾട്ടർനേറ്റീവ് പാത്ത് കറണ്ടിന് ഒഴുകാനായിട്ട് അവിടെ ഓപ്പൺ ആകും. പിന്നീട് സ്റ്റോപ്പ് ബട്ടൺ പ്രസ് ചെയ്യുന്നത് വരെ റൺ ചെയ്യും. ഓക്കെ, പിക്ചറിൽ ഓക്സിലറി കോണ്ടാക്റ്റ് കാണാം. ഓക്കെ, നെക്സ്റ്റ് ആണ് ഓവർലോഡ് യൂണിറ്റ്സ് അല്ലെങ്കിൽ തെർമൽ റിലേ എന്ന് പറയുന്നത്. സർക്യൂട്ടിൽ മാർക്ക് ചെയ്തിരിക്കുന്ന ഓവർലോഡ് പ്രൊട്ടക്ഷൻ എന്നാണ്, എല്ലാം ഒരേ സാധനം തന്നെയാണ്. ഓവർലോഡ് യൂണിറ്റ്സ് അല്ലെങ്കിൽ തെർമൽ റിലേ. നമ്മൾ നേരത്തെ ഇതിനെപ്പറ്റി പറഞ്ഞു, കോണ്ടാക്ടറിൽ സീരീസ് ആയിട്ട് അതിൻ്റെ ഔട്ട് ഗോയിങ് ടെർമിനൽസ് കണക്ട് ചെയ്തിരിക്കുന്ന ഈ ഓവർലോഡ് പ്രൊട്ടക്ഷനിലോട്ടാണെന്ന് നമ്മൾ പറഞ്ഞു, അതിനെ പറ്റിയിട്ടാണ് പറയുന്നത്. സോ ഇതിൻ്റെ ഒരു യൂസ് എന്താണെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ കൂടുതൽ കറണ്ട് വരുമ്പോൾ അത് സെൻസ് ചെയ്തിട്ട് മോട്ടറിനെ ഓവർ ഹീറ്റിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു യൂസ്. സോ കറണ്ട് ഇതിലൊരു സെറ്റ് ലിമിറ്റ് ഉണ്ടാവും. അപ്പോൾ ആ സെറ്റ് ലിമിറ്റിന് മുകളിലോട്ട് പോയാൽ ട്രിപ്പാവും. അപ്പോൾ സർക്യൂട്ട് ഓപ്പൺ ആയിട്ട് മോട്ടർ ഡിസ്കണക്റ്റ് ആവും. അങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഓവർലോഡ് യൂണിറ്റ്സ് അല്ലെങ്കിൽ തെർമൽ റിലേ അല്ലെങ്കിൽ ഓവർലോഡ് പ്രൊട്ടക്ഷൻ. ഓക്കെ, കൺസ്ട്രക്ഷൻ ഒന്ന് സമ്മറൈസ് ചെയ്യുകയാണെങ്കിൽ, ഇവിടെ 3 ഫേസ് AC സപ്ലൈ ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ സർക്യൂട്ട് ബ്രേക്കർ ഉണ്ട്, ഓർ ഇറ്റ് ഈസ് അതർവൈസ് കോൾഡ് ഫ്യൂസ്, കോണ്ടാക്ടർ, ഓവർലോഡ് പ്രൊട്ടക്ഷൻ, 3 ഫേസ് മോട്ടോർ. അപ്പോൾ ഇതെല്ലാം സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. 3 ഫേസ് സപ്ലൈയുടെയും പിന്നെ ഓവർലോഡ് പ്രൊട്ടക്ഷൻ്റെയും നടുക്കായിട്ടാണ് കോണ്ടാക്ടർ പ്ലേസ് ചെയ്തിരിക്കുന്നത്. കോണ്ടാക്ടറിൻ്റെ ഔട്ട് ഗോയിങ് ടെർമിനലിലാണ് ഓവർലോഡ് പ്രൊട്ടക്ഷൻ കണക്ട് ചെയ്തിരിക്കുക. പിന്നെ ഇൻകമിംഗ് ടെർമിനലിലാണ് ഈ 3 ഫേസ് സപ്ലൈ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടെയാണ് ഓപ്പറേറ്റിംഗ് കോയിൽ അല്ലെങ്കിൽ മാഗ്നറ്റൈസിങ് കോയിൽ. അതിൻ്റെ ഒരു എൻഡ് സപ്ലൈ ലൈനിലോട്ട് കണക്ട് ചെയ്തിരിക്കുന്നത് കാണാം. അതർ എൻഡ് ഈസ് കണക്റ്റഡ് ഇൻ സീരീസ് ടു ദ NONC ബട്ടൺ. ഓക്കെ, പിന്നെ ഓക്സിലറി കോണ്ടാക്റ്റ് ഇവിടെ കാണാം. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു സിംപ്ലർ ഫോമിലുള്ളൊരു സർക്യൂട്ട് ഡയഗ്രാം. നെക്സ്റ്റ് പറയുന്നത് DOL സ്റ്റാർട്ടറിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിളാണ്. ഇവിടെ എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ, സ്റ്റാർട്ട് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ കറണ്ട് ഫ്ലോ ചെയ്ത് ഓപ്പറേറ്റിംഗ് കോയിൽ എനർജൈസ് ആകും. അപ്പോൾ മെയിൻ കോണ്ടാക്റ്റ് ക്ലോസ് ചെയ്യും. ഇതിലൂടെ 3 ഫേസ് സപ്ലൈ വോൾട്ടേജ് ഡയറക്റ്റ് ആയിട്ട്, കാരണം ഡയറക്റ്റ് ഓൺലൈൻ സ്റ്റാർട്ടർ ആണല്ലോ, അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് തന്നെ മോട്ടറിൻ്റെ സ്റ്റേറ്റർ വൈൻഡിങ്ങിലോട്ട് കിട്ടും.
ഫുൾ വോൾട്ടേജ് ഡയറക്റ്റ് ആയിട്ട് കിട്ടുന്നത് കൊണ്ട് മോട്ടോർ ഹൈ ഇൻറഷ് ഓഫ് കറണ്ടിലായിരിക്കും സ്റ്റാർട്ട് ആകുന്നത്. ഇത് ഏകദേശം ഫുൾ ലോഡ് കറണ്ടിൻ്റെ ഒരു 5 to 8 ടൈംസ് ഡബിൾ ആയിരിക്കും. ഓക്കെ, മോട്ടർ റൺ ചെയ്ത് നോർമൽ സ്പീഡിൽ എത്തുമ്പോൾ കറണ്ട് ഡ്രോപ്പ് ചെയ്ത് അത് നോർമൽ രീതിയിൽ പിന്നെ വർക്ക് ചെയ്യും. ഇൻ കേസ് ഓവർലോഡ് ആകുകയാണെങ്കിൽ ഓവർലോഡ് റിലേ സർക്യൂട്ട് ബ്രേക്ക് ചെയ്യും. അങ്ങനെ കോണ്ടാക്ടർ ഡി എനർജൈസ് ആയി മോട്ടർ ഓഫ് ആകുകയാണ് ചെയ്യുക. ഇനി നമ്മൾ സ്റ്റോപ്പ് ബട്ടൺ പ്രസ് ചെയ്താൽ ഓപ്പറേറ്റിംഗ് കോയിൽ ഡി എനർജൈസ് ആയിട്ട് മോട്ടർ ഓഫ് ആകും. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഒരു വർക്കിംഗ് പ്രിൻസിപ്പിൾ. നെക്സ്റ്റ് DOL സ്റ്റാർട്ടറിൻ്റെ അഡ്വാൻറ്റേജസ് ആണ് പറയുന്നത്. ഇത് വളരെ എക്കണോമിക്കലും പിന്നെ ചീപ്പസ്റ്റ് ഫോം ഓഫ് സ്റ്റാർട്ടറാണ്. പിന്നെ ഇതിൻ്റെ ഡിസൈൻ സിമ്പിളാണ്, ഓപ്പറേറ്റ് ചെയ്യാനും ഇൻസ്റ്റാൾ ചെയ്യാനും മെയിൻറ്റെയിൻ ചെയ്യാനും ഒക്കെ എളുപ്പമാണ്. പിന്നെ ഇത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു ഫുൾ സ്റ്റാർട്ടിംഗ് ടോർക്ക് തന്നെ 100% സ്റ്റാർട്ടിംഗ് ടോർക്ക് തന്നെ കിട്ടുന്നുണ്ട്. സൈസ് വളരെ ചെറുതാണ്, ദാറ്റ് ഇസ് കോമ്പാക്ട് സൈസാണ്. അതുകൊണ്ട് തന്നെ പാനൽ സ്പേസ് ഒക്കെ വളരെ കുറച്ച് മാത്രമേ ആവശ്യം വരുന്നുള്ളൂ. നെക്സ്റ്റ് ഡിസഡ്വാൻറ്റേജസ്, ഹൈ സ്റ്റാർട്ടിംഗ് കറണ്ട് ഉണ്ട്, അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. പിന്നെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള വോൾട്ടേജ് ഡിപ്സ് സപ്ലൈ ലൈനിൽ ഉണ്ടാവാം. മെക്കാനിക്കലി ഹാർഷ് ആയിട്ടുള്ളൊരു സ്റ്റാർട്ടിംഗ് പ്രോസസ്സാണ്. പിന്നെ ഇത് ലൈഫ് സ്പാൻ കുറയാം ഡ്യൂ ടു തെർമൽ ആൻഡ് മെക്കാനിക്കൽ സ്ട്രെസ്. നെക്സ്റ്റ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ നമുക്കറിയാം സ്മോൾ മോട്ടറിലാണ് യൂസ് ചെയ്യുന്നതെന്ന് ആദ്യം പറഞ്ഞു. അതായത് ഒരു അപ് ടു 5 ഹോഴ്സ് പവർ വരെയൊക്കെ ഉള്ളത്. അങ്ങനെയുള്ള മോട്ടർ എന്ന് പറയുമ്പോൾ സ്മോൾ വാട്ടർ പമ്പ്സ്, ഫാൻസ്, ബ്ലോവേഴ്സ്, കോൺവെയേഴ്സ്, കംപ്രസേഴ്സ്, പിന്നെ വേരിയസ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിലും അഗ്രികൾച്ചറൽ മെഷീനറീസിലും നമ്മളിത് യൂസ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടെ ഹോഴ്സ് പവർ കൂടുതൽ എടുക്കുന്ന ലാർജർ മോട്ടോഴ്സിലാണെങ്കിലോ അപ്പോൾ നമ്മൾ വേറെ ടൈപ്പ് സ്റ്റാർട്ടേഴ്സാണ് യൂസ് ചെയ്യുക. സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടർ അല്ലെങ്കിൽ വേരിയബിൾ ഫ്രീക്വൻസി ഡ്രൈവ്സ് VFDs എന്നൊക്കെ പറയുന്നതാണ് യൂസ് ചെയ്യുക. ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ഈ ചാനലിൽ തന്നെ ഇനി വരുന്ന വീഡിയോസിൽ ആയിട്ട് അപ്ലോഡ് ചെയ്യപ്പെടും. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. ഇതാണ് DOL സ്റ്റാർട്ടറിനെ പറ്റിയിട്ട് പറയാനുള്ളത്. സോ താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് നാസ് ഇലക്ട്രിക്കൽ അക്കാഡമി.